ഹായ്, ഇത് പ്രൊമിയാണ്. ഇത്തവണ ഒരു ചെറിയൊരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി വളരെ ഈസിയാണ്. ചെറിയ 3 സ്റ്റെപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റെസിപ്പി ചെയ്യാൻ ഞാൻ ഫ്രഷ് ബീഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫ്രോസൺ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ലാസ്റ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒലിവ് ഓയിലിൽ എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് ടൊമാറ്റോ സോസ് ഒഴികെ എല്ലാം ഒറ്റയടിക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് കുക്ക് ചെയ്യുന്നത്. അതൊരു 10 മിനിറ്റോളം. എന്നിട്ട് മാത്രമേ ഞാൻ ടൊമാറ്റോ പ്യൂറി ഇടുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓവനൊന്ന് ചൂടാക്കാൻ വെക്കും. അതിനുശേഷം മാത്രമാണ് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ചെറിയ തീയിൽ വേണം നമ്മളിത് ചെയ്യാൻ. ഇല്ലെങ്കിൽ ബട്ടർ കളർ മാറും. അതുപോലെ തന്നെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് തരാൻ പറ്റുന്ന ഒരു ടിപ്സ് വേറെ ഒന്നുമല്ല, പാല് കുറച്ച് അധികം യൂസ് ചെയ്യുക എന്നാണ്. കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇത് ഒഴിക്കുന്നത്. അതിൻ്റെ താഴെയാണ് പാസ്ത ഷീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വേവണമെങ്കിൽ കുറച്ച് ലിക്വിഡായിരുന്നാൽ അത്രയും നല്ലത്. പോരാത്തതിന് ടേസ്റ്റും കൂടുതലാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ലസാഞ്ഞ ഷീറ്റ് ഇല്ലെങ്കിൽ മറ്റ് ഏത് പാസ്ത വെച്ചാണെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 ലെയർ എന്ന് പറയുമ്പോൾ 2 ലെയർ മീറ്റും അതുപോലെ തന്നെ 2 ലെയർ ഷീറ്റും വെച്ചിട്ടാണ്. എന്നിട്ട് ഏറ്റവും ടോപ്പിലാണ് വൈറ്റ് സോസ് ഒഴിക്കുന്നതും അതിൻ്റെ മേലെ ചീസും വെക്കുന്നതും. ഇൻ കേസ് നിങ്ങൾക്ക് മീറ്റിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ലസാഞ്ഞ കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ അത് വെജിറ്റബിൾസ് വെച്ചും അതുപോലെ തന്നെ ഫിഷ് വെച്ചും നമുക്ക് ചെയ്യാം. ഫിഷ് ആണെങ്കിൽ സാൽമൺ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എപ്പോഴെങ്കിലും ഒരു വ്ളോഗാക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിനോടാണ് താല്പര്യമെങ്കിൽ മീറ്റിന് പകരം ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ലസാഞ്ഞ റെഡിയായി. ഇതിൻ്റെ കൂടെ ഞാൻ പൊതുവെ ഒരു നല്ലൊരു സാലഡും കൂടി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ വയറ് നിറഞ്ഞിരിക്കും. ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഞാനീ കാണിച്ച 3 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് അതിൻ്റേതായ ഡിഷിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഫ്രീസറിൽ വെച്ച് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഈസിയായി അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിലുപരി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബനപിച്ചി.